കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയില് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയില് ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവര്, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവര്, റിസൾട്ട് നോക്കാൻ പോകുന്നവര്, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവര്, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ പേരും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ, ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലന്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്? അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവെ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ നൽകണം പ്രാർത്ഥിക്കുന്നു. Infuse your spirit, infuse your spirit of power and grace. Thank you, Jesus. പ്രഭാഷണം 23:19 മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതായത് ഇതിന്റെ രസം ഈ വചനങ്ങൾ കേട്ടില്ലേ? അതായത് ഈ ഷീബ റാഫിൽ എന്ന് പറഞ്ഞൊരു മോള് കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അവളുടെ കർത്താവിൻ്റെ മുമ്പിൽ അവളുടെ അങ്കരാപ്പ് എന്ന് പറയുന്നത്, അവളുടെ അവളുടെ ഒരു സുവോളജിസ്റ്റാണ്. അവളുടെ മൈക്രോസ്കോപ്പിലൂടെ ഇരട്ട വാലിനെ ഡിസെക്ട് ചെയ്ത് പഠിക്കണതാണ് എൻ്റെ സ്ട്രക്ചർ. അപ്പൊ ആ ഇരട്ട വാലിനെ ഡിസെക്ട് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ചർ ഈ മൈക്രോസ്കോപ്പിലൂടെ പഠിക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള സ്ട്രക്ചറാണ്. മൈക്രോസ്കോപ്പിന് ഒരു പരിധിയുണ്ട് അത് ഡെവലപ്പ് ആയപ്പോൾ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പൊ അവൾക്കത് പറ്റാത്തത് കൊണ്ട് കർത്താവേ, എനിക്കിത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഡിസെക്ട് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാല് അവള് പ്രാർത്ഥിച്ച് കർത്താവ് ഓൺ ചെയ്തപ്പോ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വചനം തുറന്നപ്പോ കർത്താവ് കാണിച്ചു കൊടുത്ത വചനമാണിത്. എന്താണ്? എൻ്റെ കണ്ണുകൾ നിനക്ക് തരാമെന്ന്. അത് നമ്മുടെ കാഴ്ച അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? കർത്താവിൻ്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്, പ്രകാശമുള്ളതാണെന്ന്. അപ്പോൾ എന്നിട്ട് എന്നാ സംഭവിച്ചത്? അത് ചുമ്മാ ഒരു പറച്ചിലല്ല, ഒരു ഭംഗിവാക്കുമല്ല. കുറച്ച് കഴിഞ്ഞപ്പോ അവളുടെ കണ്ണിനകത്ത് തെളിച്ചം ലഭിച്ചു. അതേ സെയിം മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ സെയിം ഇൻസെക്റ്റിനെ ഭംഗിയായിട്ട് ഡിസെക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാര്യം അതായത് നമ്മുടെ ഓരോ കഴിവുകേടുണ്ടല്ലോ, ഈ കഴിവുകേട് അത് കർത്താവിൻ്റെ അടുത്ത് ഇത് വെച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കഴിവുകേട്, അത് ദൈവം റെക്ടിഫൈ ചെയ്തിട്ട് വചനത്തിലൂടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും. ഭയങ്കര രസമായ കർത്താവിന്റെ കാര്യം. ഇതൊക്കെ കേട്ടപ്പോ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ കുറെ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ആവലാദികളും ഏത് അവസ്ഥയിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാൻ. നിങ്ങളിപ്പോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു പ്രാധാന്യമായിട്ട് വരണത്. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ
ആധ്യാത്മിക ജീവിതം അത്ര കണ്ട് വലിയ പ്രാധാന്യം നമുക്ക് തോന്നത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധം പട്ടണക്കാരെ പോലുള്ള പരിപാടിയാണ്. യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്തും പീരങ്കിയും അതുപോലെ തന്നെ മോട്ടോർ തോക്കുകളും എല്ലാം മിസൈലുകളെല്ലാം ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ബട്ടണിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് ഫെഡായിരിക്കണം. അങ്ങനെ ഒരു റിലേഷനാണ്. ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ പണ്ട് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു വളരെ പ്രായം ചെന്നൊരു അമ്മച്ചി താമസിച്ചിരുന്നു. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അന്നത്തെ കാലമല്ലേ, എൻ്റെ കുഞ്ഞുനാളിലുള്ള കാര്യമാണ്. ഇപ്പൊ ഈ തുലാമാസത്തിലും അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഇടിവെട്ട് വരും. അപ്പൊ ഇടിവെട്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കത്തണത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തെങ്ങിന്റെ അണ്ടൊക്കെ കരിഞ്ഞു പോയതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം അപായമാണ്. ഏത് സമയത്തും പെരക്കിട്ട് വന്ന് ഇടിക്കുക. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഇവര് പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ പെരയുടെ അന്ന് മുടലപ്പെരയ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അവർ ഇടക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഇടിവെട്ട് വരുമ്പോൾ എടുത്തിട്ട് വരമേ ഗണമേ എന്നും പറഞ്ഞൊരു പഴയ പാട്ട് പാടുവരും. വേറെ ഒന്നും പാടത്തില്ല. എന്താണെന്ന് ഇന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും പിന്നെ അടുത്ത കൊല്ലം ഇടിവെട്ട് വരുമ്പോൾ ഞാൻ പറയും, ചേച്ചി അമ്മച്ചി ആ പാട്ട് പാടുമെന്ന് പറയും. അതാ സംഭവം. ഇപ്പൊ ഇടിവെട്ട് വരുമ്പോൾ ഉള്ള പാട്ടാണെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ്. അങ്ങനെ നമുക്ക് ദൈവമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും ഏത് സമയത്തും യുദ്ധം സംഭവിക്കുന്ന രീതിയിൽ പട്ടാളക്കാർ ഒരുങ്ങിയിരിക്കണ പോലെ ഒരു ജാഗ്രത ജീവിതമാണ് എപ്പോഴും അഭികാമ്യം.